പൊൻപനിപ്പൂ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സുധിയുടെ മറ്റൊരു കുറിപ്പടം സച്ചി വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവരെയും കാണിക്കുന്ന ഒരു എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സുധി കവറിംഗ് ജ്വല്ലറി മേടിച്ചിരിക്കുന്ന കടയിൽ നിന്ന് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് വിളിക്കാന്ന് പറഞ്ഞ് വർഷയെ കൊണ്ട് ശബ്ദം മാറ്റിയിട്ട് സച്ചി രേവതിയും കൂടി സുധിയെ വിളിപ്പിക്കുന്നുണ്ട്. സുധിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ സുധിയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംശയം തോന്നിയിട്ട് പെട്ടെന്ന് എന്താണ് ഇങ്ങനൊരു സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്, നമ്മൾ ഒരിക്കലും കുരുക്കിൽ വീഴാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ കവറിംഗ് സ്വർണ്ണൊന്നും മേടിച്ചിട്ടില്ലല്ലോ സാറ്, ലാസ്റ്റ് സൺഡേ മേടിച്ചില്ലായിരുന്നോ എന്ന് വർഷ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനെ കുറിച്ച് പറയുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാനൊരു ജ്വല്ലറി മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതേസമയം ശ്രുതി ആദ്യമായിട്ട് സംസാരിക്കുകയാണല്ലോ. ആദ്യയുടെ അടുത്ത് അമ്മ ഒരു ദിവസം കാണാൻ വേണ്ടിയിട്ട് വരാ എന്നൊക്കെ പറയുന്നുണ്ട്. ഫോൺ വെച്ച് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്കരികിലേക്ക് ചെല്ലുമ്പോൾ ഈ സംസാരമാണ് കേൾക്കുന്നത്. നീ ആരോടാണ് വരാന്നൊക്കെ പറയുന്നത്? അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരാന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അല്ല, സുധി ആരുമായിട്ടാണ് സംസാരിച്ചിരുന്നത്? അതെന്തോ സ്കാം കോളാണ്, ഫ്രോഡ്, അല്ലാതെ എന്താ? എന്തായാലും ശ്രുതി നീ കട നോക്ക്, ഞാനൊരു ഡീലറെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കടയിൽ നിന്ന് പോകുന്നത് വേറെ എങ്ങോട്ടല്ല, ചന്ദ്രയ്ക്ക് അരികിലേക്കാണ്. അതേസമയം ഫോൺ വെച്ചതിന് ശേഷം അവൻ സ്വർണത്തിനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയില്ലേ എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട്. ഇല്ല, അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, ആരോ പ്ലാൻ ചെയ്ത് വിളിക്കുകയാണ് എന്നുള്ള കാര്യം. ഒരുപക്ഷെ സുധേട്ടനെ എടുത്തിട്ടില്ലെങ്കിലോ സുധേട്ടനെ ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇത്രയും കാലമായിട്ട് അവന്റെ കൂടെ നിന്നിട്ടും അവൻ പണത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യം ശ്രീകാന്ത് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് സച്ചി ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ശ്രീകാന്തിനെ അറിയുന്ന ഏതെങ്കിലും ജ്വല്ലറി കട ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏട്ടൻ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റില്ലേ? അങ്ങനെ മാറ്റി വാങ്ങുവാണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും അത് പുതിയ കടയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മാറ്റി വാങ്ങി എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുമല്ലോ. പക്ഷെ സുധേട്ടന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലോ സച്ചേട്ടാ എന്ന് വർഷ ചോദിക്കുമ്പോൾ നീ സ്വർണത്തെക്കുറിച്ച് അവന്റെ അടുത്ത് ആദ്യം ചോദിച്ച സമയത്ത് അവൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണെ സച്ചി സൈലന്റ് ആയിട്ട് നിന്നു എന്നാണ് വർഷയുടെ മറുപടിയെ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ അവന് ചെറിയ ഭയം കുടുങ്ങി എന്നുള്ള കാര്യം? പക്ഷെ അവന്റെ ബുദ്ധി ചെറുതായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ രക്ഷപ്പെട്ടത്. ഇനിയിപ്പോ സച്ചേട്ട എന്ത് ചെയ്യാന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അറിയില്ല, എന്തെങ്കിലും ഒരു വഴി കാണും. അങ്ങനെ അവരുടെ അരികിൽ നിന്ന് രണ്ടുപേരും പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം സുധിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ ജ്വല്ലറി കടയിൽ നിന്ന് വിളിച്ചിട്ട് ഫീഡ്ബാക്കിനെ കുറിച്ച് ചോദിച്ചു എന്ന് പറയുകയാണേ. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് സച്ചിയും രേവതിയും കൂടി ഒപ്പിച്ച പണിയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതെ കുറച്ച് ഉഷാറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയും സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും സച്ചിയും രേവതിയും പണി തുടങ്ങിയിട്ടുണ്ട്. അവര് ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ ഒരിക്കലും നിർത്തില്ല എന്ന് അതിനു മുമ്പ് എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്തിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം മാറ്റി ഒറിജിനൽ സ്വർണം അവിടെ വെക്കാനുള്ള വഴിയും കൂടി സുധിയുടെ അടുത്ത് നോക്കാൻ പറയാണ്. എന്നാൽ പുറത്തിറങ്ങി സച്ചിയും രേവതിയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിലാണല്ലോ നിൽക്കുന്നത്. സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ജോലിക്കൊന്നും പോകാൻ വേണ്ടി തോന്നുന്നില്ല. ഇനിയിപ്പോ സത്യം തെളിയിക്കാനുള്ള മറ്റൊരു വഴി എന്നുള്ള രീതിയിൽ ഭാമയെ കാണാൻ വേണ്ടിയിട്ട് പോവാ എന്ന് സച്ചി പറയുന്നുണ്ട്. ചന്ദ്രമതി പൊതുവെ എല്ലാ കാര്യങ്ങളും ഭാമയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമല്ലോ. അങ്ങനെ ഭാമയുടെ അടുത്ത് സംസാരിക്കേണ്ട രീതി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാമേന്റെയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു വിശ്വാസത്തില് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ഭാമയെ കാണാൻ വേണ്ടിയിട്ട് ഭാമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിനെക്കുറിച്ചിട്ട് അമ്മ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നൊക്കെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്. രേവതി, ഇവരെ കൊണ്ട് മാത്രമേ നമുക്ക് സത്യം പറയിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ, നീ വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് കയറി ചെല്ലുവാണേ. പതിവില്ലാതെ രണ്ടുപേരുടെയും വരവ് കാണുമ്പോൾ തന്നെ ഭാമയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭാമയ്ക്ക് സച്ചി രേവതി എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള ആള് തന്നെയാണ് കേട്ടോ. ചന്ദ്രമതി അവരെ കുറിച്ച് എന്തൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചിയുടെയും രേവതിയുടെയും സ്വഭാവം എന്താന്നുള്ള കാര്യം ഭാമയ്ക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഇതെന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി കയറി വരുന്നത്? അതെന്താ ഭാമേന്റി, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, രണ്ടുപേരും കയറി വാ, എപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ അമ്മ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ, ഇപ്പോ നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങളിരിക്കും, ഞാൻ പോയിട്ട് ചായ എടുത്ത് വരാം. അയ്യോ ആന്റി, അതൊന്നും വേണ്ട ആന്റി, ഇന്ന് എന്റെ കാറില് ഒരു ട്രിപ്പ് പോയ സമയത്ത് അതൊരു ഫ്രൂട്ട്സ് കട നടത്തുന്ന ആളായിരുന്നു. അയാളാണെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ തന്നു. ഈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് കച്ചവടം നടത്താൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ട് അറിയുന്നവർക്കൊക്കെ കൊടുക്കാന്ന് കരുതിയിട്ട് കൊണ്ടുവന്നതാണ്. ഇതാ ആന്റി, ആന്റിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ആന്റിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അവരാദ്യം സംസാരിച്ചു തുടങ്ങുന്നത് അച്ഛമ്മയുടെ
പിറന്നാൾ ആഘോഷത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അല്ല, അച്ഛമ്മയുടെ പിറന്നാൾ ദിവസം ആന്റി ഭക്ഷണം കഴിച്ചിട്ടാണോ പോയത്? അന്ന് ശരിക്കും ആന്റി ഒന്ന് കാണാൻ പോലും പറ്റി. അത് പിന്നെ ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ വരുമോ? അന്ന് രേവതിയുടെ ഭക്ഷണം അല്ലായിരുന്നോ? അവളെന്നെ കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൊടുത്ത ഗിഫ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. അച്ഛമ്മയെ കൊണ്ട് നിർത്തിയിട്ട് അച്ഛമ്മയെ കൊണ്ട് സംസാരിപ്പിച്ച് അച്ഛമ്മയുടെ അനുഭവങ്ങൾ ഒരു വീഡിയോ ആയിട്ട് രേവതി എടുത്തില്ലേ, അത് സൂപ്പർ ആയിരുന്നു. എന്നാൽ അച്ഛമ്മയുടെ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടുവന്നത് അതിനും അടിപൊളിയായിരുന്നു. എന്ത് ചെയ്യാൻ ആന്റി, ഞങ്ങൾക്ക് അതിലൊന്നും അത്ര തൃപ്തിയില്ല. അതെന്താ സച്ചി നീ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടേ അച്ഛമ്മയ്ക്ക് ഒരു സ്വർണത്തിന്റെ മാല മേടിച്ചു കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. അത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം രേവതിയുടെ സ്വർണം വെച്ചിട്ടായിരുന്നു ഞങ്ങള് അച്ഛമ്മയ്ക്ക് സ്വർണം മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും ബാമയുടെ വായിൽ നിന്ന് അറിയാതെ വീണു പോവാണ്. അതതിന് കവറിങ് സ്വർണ്ണമായി പോയല്ലോ. അതെങ്ങനെ ആന്റിക്ക് അറിയുന്നത്? അല്ല, ചന്ദ്ര അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോ എല്ലാ കാര്യങ്ങളും അമ്മ ആന്റിയുടെ അടുത്ത് പറയാറുണ്ടല്ലേ? അമ്മയും ആന്റിയും നല്ല തിക് ഫ്രണ്ട്സ് ആണല്ലേ? അമ്മ ആന്റി അറിയാതെ അപ്പോ ഒന്നും ചെയ്യാറില്ല അല്ലെ? സച്ചി ഫ്രണ്ട്സ് ആകുന്ന സമയത്ത് അങ്ങനെയല്ലേ, മനസ്സ് തുറന്ന് എല്ലാം സംസാരിക്കില്ലേ? അപ്പോ സ്വർണത്തിന്റെ കാര്യമൊക്കെ അമ്മ വ്യക്തമായിട്ട് ആന്റിയുടെ അടുത്ത് പറഞ്ഞു കാണൂല്ലേ? ആ പറഞ്ഞിട്ടുണ്ട്. അത് കവറിങ് ആക്കിയല്ലോ. കവറിങ് ആക്കിയെന്നോ? അല്ല, കവറിങ് ആയിട്ട് മാറിയല്ലോ. അത് എങ്ങനെയാണ് മാറിയെന്നുള്ള കാര്യം അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതെ എന്ന് ബാമയുടെ വായിൽ നിന്ന് വീഴുവാണേ. എന്ന് ആന്റി ഉദ്ദേശിച്ചത് അമ്മ എങ്ങനെ മാറ്റി വാങ്ങിയ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആന്റിയുടെ അടുത്ത് പറഞ്ഞിരുന്നോ? അതിൽ നിന്ന് ബാമയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, രണ്ടുപേരും കൂടി എന്നെ കുരുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ള കാര്യം. എങ്ങനെങ്കിലും അവരുടെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണല്ലോ, നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ അവിടെ എഴുന്നേക്കുന്നുണ്ടെങ്കിലും സച്ചിയും രേവതിയും പിടിച്ച് അവിടെ ഇരുത്തുവാണേ. വേണ്ട ആന്റി, ഞങ്ങൾക്ക് കുടിക്കാനൊന്നും വേണ്ട, ആന്റി ഇവിടെ ഇരുന്നാൽ മതി, ആന്റിയുമായിട്ട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സ്വർണ്ണം ഇങ്ങനെ മാറിയെന്നുള്ള കാര്യം ആന്റിയുടെ അടുത്ത് പറഞ്ഞോ? അത് ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛമ്മയല്ലേ സ്വർണം മേടിച്ചത്? സ്വർണം മേടിക്കുന്ന സമയത്ത് അവിടുന്ന് അവരെന്തെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അതെ, അതിനെക്കുറിച്ച് ഞങ്ങൾക്കും വ്യക്തമായിട്ടൊന്നും അറിയില്ല. വേറെ എന്തെങ്കിലും അമ്മ പറഞ്ഞോ? ആന്റിക്ക് അറിയെങ്കിൽ ഉറപ്പായിട്ടും ആന്റി എന്റെ അടുത്ത് പറയും. കാരണം ആന്റിക്ക് എന്നെ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആന്റിയെ എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ആന്റിയെ ഞാൻ എന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് സച്ചി ബാമയെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കാണുന്നത്. കേട്ടില്ലേ രേവതി, ഞാൻ പറഞ്ഞില്ലേ ബാമ ആന്റിക്ക് എന്നോട് ചെറുപ്പം മുതലേ ഒരു പ്രത്യേക സ്നേഹമാണ് എന്നുള്ള കാര്യം. ചെറുപ്പം മുതലേ ആന്റിക്ക് അറിയാലോ എന്റെ അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ കുറച്ച് സെന്റിമെന്റൽ ആയിട്ടൊക്കെ ആള് സംസാരിച്ച് നോക്കുന്നുണ്ട്. ഇനിയിപ്പോ എങ്ങനെയാണ് സ്വർണം മാറിയത് അല്ലെങ്കിൽ ആരാ എടുത്തെന്നുള്ള കാര്യം അറിയായിരുന്നെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സ്വർണം കിട്ടും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കായിരുന്നു. ഇതിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് സച്ചി എന്ന് പറഞ്ഞിട്ട് വായലങ്ങ് പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് കറക്റ്റ് ബാമയെന്ന് വിളിച്ചുകൊണ്ട് വരുവാണേ. അതോട് കൂടിയിട്ട് സ്റ്റോപ്പ് ആവാണ്. പിന്നെ ബാമയ്ക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയൊന്നും ഇല്ലെന്ന് സച്ചിയും രേവതിയും കണ്ടിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഇതിന്റെ പുറകെ നടക്കുക എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചന്ദ്ര ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ ഞങ്ങള് ബാമാൻറ്റിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, സച്ചേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് വേഗം കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ബാമയാണെങ്കിൽ ചന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരു നിമിഷം വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ വായിൽ നിന്ന് അറിയാതെ വീണു പോയതിന്റെ സത്യങ്ങളെല്ലാം പറഞ്ഞേനെ. രണ്ടും കൂടി എന്തോ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്തായാലും ഇനി കുറച്ചും കൂടി സൂക്ഷിക്കണം. അതേസമയം സച്ചിൻ രേവതിയും പുറത്തിറങ്ങിയിട്ട് ബാമാൻറ്റി എന്തോ പറയാൻ വേണ്ടി വന്നിരുന്നു. അതെ, പറഞ്ഞു സുധിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അമ്മ വന്നില്ലേ. എന്നാലും അമ്മ എങ്ങനെ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ എന്തോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. ഒരുപക്ഷെ നമ്മളെ ഫോളോ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കിക്കൂടെ? ഇവരും അതുപോലെ സുധിയും കൂടി ചേർന്നിട്ടാണ് എന്തോ ഒപ്പിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഊഹം വെച്ചിട്ടൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിന് തെളിവ് വേണ്ടേ? ആ തെളിവിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരുന്ന അവസാനത്തെ ഐഡിയ ആയിരുന്നു ഇത്. അതും ഇങ്ങനെയായി. സച്ചേട്ടൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. സച്ചേട്ടൻ എന്തെങ്കിലും ആവൂ എന്നുള്ള ഭയം എനിക്കുണ്ട്. നമുക്ക് ഈ കാര്യം ഇങ്ങനെ തന്നെ വിട്ടാലോ? അതെങ്ങനെ രേവതി ഇങ്ങനെ വിടാൻ വേണ്ടി പറ്റുക? നമ്മളെ കബളിപ്പിക്കല്ലേ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, സ്വർണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് നിന്റെ അമ്മയുടെയും അതുപോലെ അച്ഛമ്മയുടെയും പേരിൽ അവര് കുറ്റം ചേർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതെന്തായാലും അങ്ങനെ വിടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് മഹേഷ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. വിലക്കുറവിൽ എവിടേക്കോ ഫ്രിഡ്ജ് വിൽക്കുന്നുണ്ട്, അത് ഒന്ന് പോയി നോക്കാൻ വേണ്ടി സച്ചിയുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയിക്കോടാ, എനിക്കിപ്പോ വരാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്.
ഫോൺ വെച്ചതിന് ശേഷം ആ കാര്യത്തെക്കുറിച്ചിട്ട് രേവതി അന്വേഷിക്കുകയാണ്. എന്തിനാണ് മഹേഷ് വിളിച്ചതെന്ന്. അവന് എവിടെയോ ഫ്രിഡ്ജ് ഒന്ന് വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട്, അത് മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ട് സച്ചേട്ടൻ എന്താ വരില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. മഹേഷ് ഏട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ, അതുമാത്രമല്ല മഹേഷ് ഏട്ടൻ ഫ്രിഡ്ജ് ഒന്ന് നോക്കി കറക്റ്റായിട്ട് എടുക്കാൻ അറിയില്ലെന്ന് സച്ചേട്ടൻ തന്നെ പറഞ്ഞു തന്നിട്ടില്ലേ. ഇതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. സച്ചേട്ടൻ അവരുടെ കൂടെ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സച്ചിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒട്ടും താല്പര്യമില്ല. സച്ചേട്ട ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒരു കള്ളം എത്ര മറച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും അത് മറന്നിരിക്കെ ഒരു ദിവസം പുറത്ത് വരിക തന്നെ ചെയ്യും. ഇപ്പൊ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മഹേശ്വരന്റെ കൂടെ പോകാനുള്ള കാര്യം നോക്ക്. രേവതി ഇന്ന് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും കേൾക്കാൻ പറ്റിയൊരു മൂഡിലല്ല. പറയുന്ന കേക്ക് സച്ചേട്ട, മഹേശ്വരനെ വിളിച്ചിട്ട് വരാ എന്നുള്ള കാര്യം പറയുന്ന രേവതി നിർബന്ധിക്കുന്ന സമയത്ത് ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ അടുത്ത് നീ അങ്ങോട്ട് എത്തിക്കോടെ, ഞാനും അങ്ങോട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ സച്ചി വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. രേവതി അത് നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് സച്ചിയും മഹേഷും കൂടി ചേർന്നിട്ട് ആ വിലക്കുറവ് ഉള്ള കടയുണ്ടല്ലോ, കട കാലിയാക്കലിന്റെ ഭാഗമായിട്ട് വിലക്കുറവ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ പരസ്യം വെച്ചിരിക്കുന്നത്. അതിന്റെ നോട്ടീസൊക്കെ അടിച്ചിട്ട് ഫുള്ള് പരസ്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ചെന്ന് ആ കടയിൽ നോക്കുന്ന സമയത്ത് എല്ലാം പുതിയ സാധനങ്ങളാണ്. ഇതൊന്നും സച്ചിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഇത്രയും വിലക്കുറവിൽ സാധനങ്ങൾ കൊടുക്കുമോ എന്നുള്ള രീതിയിൽ. അങ്ങനെ കടയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഇത്രയും വിലക്കുറവിൽ ഞങ്ങൾ കൊടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, കമ്പനി പുതിയ പുതിയ സാധനങ്ങൾ എടുക്കുമ്പോൾ പഴയ സ്റ്റോക്ക് വിലക്കുറവിൽ കൊടുക്കുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ വിശ്വസിപ്പിക്കുക ചെയ്യുന്നത്. ഇവര് കടയിലുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഫ്രിഡ്ജൊക്കെ അടിപൊളിയാണ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. സച്ചിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്തായാലും പുതിയ റൂം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ മേടിച്ചിടണം എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ സച്ചി നീ ഇപ്പൊ തന്നെ മേടിച്ചു വെച്ചു എന്ന് മഹേഷ് പറയാണേ. ഇത് കേട്ട സച്ചി ഒരിക്കലും പെണ്ണിനെ കിട്ടാതെ കല്യാണത്തിന് വേണ്ടിയിട്ട് താലി മേടിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയാണ്. നീ ചെന്നിട്ട് സാധനങ്ങൾ നോക്കടാ. സച്ചിയാണെന്നുണ്ടെങ്കിൽ വേറെ വശത്തേക്ക് നടന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. മഹേഷ് നോക്കി നോക്കി ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഫ്രിഡ്ജ് സുധിയുടെ കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി വിചാരിച്ചിരുന്ന അതേ ഫ്രിഡ്ജാണ്. സച്ചി നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ച് ആ ഫ്രിഡ്ജ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ ഏട്ടന്റെ കടയിൽ നിന്ന് നമ്മൾ മേടിക്കണം എന്ന് പറഞ്ഞില്ലേ, അതേ ഫ്രിഡ്ജാണിത്. ആഹാ, എന്തായാലും നീ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജ് തന്നെ കിട്ടിയല്ലോ. അങ്ങനെ ചേട്ടാ ഇതിന് എത്ര രൂപ എന്ന് ചോദിക്കുമ്പോൾ 5000 രൂപയുള്ളൂ. ശരി, ഈ ഫ്രിഡ്ജ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ പോയിട്ട് പേയ്മെന്റ് ചെയ്തോളൂ, അപ്പോഴേക്കും പാക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടിയിൽ സാധനം കയറ്റി തരാം എന്ന് പറയാണ്. ഇവര് ബില്ല് പേ ചെയ്ത് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നുണ്ട്. ഈ കട എന്ന് പറയുന്നത് നമ്മുടെ സുധിയുടെ കടയിൽ നിന്ന് കുറെ സാധനങ്ങൾ പറ്റിച്ചുകൊണ്ട് പോയില്ലേ, അങ്ങനെ പല കടകളിൽ നിന്ന് സാധനങ്ങൾ പറ്റിച്ചുകൊണ്ട് പോയത് കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ വിൽക്കുന്നതാണ്. വമ്പിച്ച പരസ്യമൊക്കെ നൽകിയിട്ട് വിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം സെയിലാവുന്നുണ്ട്. പോലീസുകാർ വന്നിട്ട് ഫുള്ള് ഷട്ടർ അടിപ്പിക്കുകയാണ്. അവിടെയുള്ള ഒരാളെടുത്ത് പോലും പുറത്തു പോകരുതെന്ന് പറയാണ്. എന്നതിന് ശേഷം അവിടെയുള്ള ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാര്യം അന്വേഷിക്കുന്ന സമയത്താണ് ഇങ്ങനെ പല കടകളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് ഇവരിവിടെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് എന്നുള്ള കാര്യം. അതിലെ ഒരംഗമാണെന്ന് കരുതിയിട്ട് സച്ചിയെയും അതുപോലെ തന്നെ മഹേഷിനെയും പോലീസുകാർ കൊണ്ടുപോകുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമാണ് വന്നത്, അല്ലാതെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. അതൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല കടയിൽ നിന്ന് സാധനങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കിട്ടിയതുകൊണ്ട് തന്നെ ഓരോരുത്തരടുത്തായിട്ട് വന്നിട്ട് അവരവരുടെ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ബില്ല് കാണിച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാനാണ് പോലീസുകാർ നിർദ്ദേശം കൊടുക്കുന്നത്. അത് പ്രകാരം തന്നെ ഓരോരുത്തരായിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് നമ്മുടെ സുധിയും അങ്ങോട്ടേക്ക് വരുവാണ്. കാരണം സുധിയുടെ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളും ഈ ആളുകൾ തന്നെയാണ് എടുത്തത്. അതേസമയം സച്ചിയും അതുപോലെ മഹേഷും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിൽ ഒരു കാര്യങ്ങളും അറിയില്ല സർ, ഞങ്ങൾ പരസ്യം കണ്ടിട്ട് സാധനങ്ങൾ വില കുറഞ്ഞ ഇതിൽ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് മേടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന്. ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം അറിയാതെ നിങ്ങളെ ഇവിടുന്ന് വിടാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്ത് മഹേഷിന്റെ അടുത്തും തൽക്കാലം അവിടെ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സച്ചിയുടെ കൂടെ ഈ മോഷ്ടിച്ച ആൾക്കാരും എല്ലാവരും ഉണ്ടല്ലോ, അവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് കളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. മുമ്പത്തെ പോലെ നമുക്ക് അത്ര കച്ചവടം നടന്നില്ല അല്ലേ, എങ്കിലും നമ്മൾ ഇതിനു മുമ്പ് നടത്തിയ കച്ചവടം നല്ല പൊടി പൊടിച്ചു. സാരമില്ല, എന്നാണെന്നുണ്ടെങ്കിലും പിടിക്കപ്പെടുമായിരുന്നല്ലോ. അവർക്ക് ഇതൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് അവർ എടുക്കുന്നേ ഇല്ല കേട്ടോ. അവരെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പിടിക്കപ്പെട്ടെ, അല്ലെങ്കിൽ നന്നായിട്ട് ക്യാഷ് ഉണ്ടാക്കാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് വേണോടാ ജീവിക്കാൻ, നിനക്കൊക്കെ അന്തസ്സായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുമ്പോഴേക്കും
നിങ്ങൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി മാറും, പോലീസുകാർ അടിക്കുന്നത് ഓക്കെ, നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങളും ഞങ്ങൾ കൂട്ടത്തിലുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം ഞങ്ങൾ പറയും, പിന്നെ നിങ്ങൾക്കും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. അത് കേട്ട മഹേഷ് പറയുന്നുണ്ട്, സച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട, മിണ്ടാതിരിക്കുന്നതാണ് സേഫ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നല്ലോ, തന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയ ആളെ പിടിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞ് ഓടി പിടച്ചിട്ട് SIന്റെ അരികിലേക്ക് വരുവാണ്. നമസ്കാരം സർ, സാധനങ്ങളെല്ലാം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് എന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും സച്ചിയും മഹേഷും കൂടി അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല സച്ചി, ശ്രുതി ഇവിടെ എന്താ ചെയ്യുന്നത്? അതെ, ഈ ഓടിപ്പോയിന് ഇവിടെ എന്താ പരിപാടി? സീസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസുകാരൻ പറയുന്നത് കേൾക്കുമ്പോൾ സർ, അതിനകത്ത് എന്റെ സാധനങ്ങളൊന്നുമില്ല. ഇത് കേട്ട ഉടനെ മഹേഷ് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ ചേട്ടനും പറ്റിക്കപ്പെട്ടതുപോലെ ഉണ്ടല്ലോ, എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയുന്ന കാര്യങ്ങളെല്ലാം സച്ചി വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുവാണേ. ആദ്യം തന്നെ ശ്രുതി അവര് എടുത്തോണ്ട് പോയ സാധനങ്ങളുടെ ലിസ്റ്റാണ് പറയുന്നത്. പോലീസുകാരൻ ലിസ്റ്റ് പറയുന്നത് കേൾക്കുമ്പോൾ ലിസ്റ്റൊക്കെ നീ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇത്രയും വലിയൊരു മണ്ടനാണോ നീ? സർ, അവര് പറ്റിക്കുന്നുള്ള കാര്യം എനിക്ക് എങ്ങനെയാ അറിയുന്നത്? ഡീലേഴ്സിന് 3 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു, ഒരു വിധത്തിൽ ഞാൻ 4 ലക്ഷം രൂപ ഒപ്പിച്ചു. ഇത് കേട്ട മഹേഷ് ചോദിക്കുന്നുണ്ട്, നിന്റെ ഏട്ടന്റെ കടയിൽ എന്തോ ലാഭം വന്നു എന്നൊക്കെയല്ലേ അന്ന് പറഞ്ഞത്? അതെ, അപ്പോ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന പണം അവന് ലാഭം കിട്ടിയതല്ല, പിന്നെ എങ്ങനെയായിരിക്കും വന്നിരിക്കുന്നതെന്ന് മഹേഷ് ചോദിക്കുമ്പോ എങ്ങനെയാ വന്നതെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ പണം രേവതിയുടെ സ്വർണം വിറ്റിട്ടാണ് ഇവൻ വീട്ടിൽ ലാഭമാണെന്നുള്ള കാണിച്ചെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സച്ചിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസുകാരനും ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഡീലേഴ്സിന് കൊടുക്കേണ്ട പണം 3 ലക്ഷം അല്ലായിരുന്നോ, പിന്നെ നീ എന്തിനാ 4 ലക്ഷം രൂപ അറേഞ്ച് ചെയ്തത്? അത് സർ, ഞാൻ ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം വീട്ടിൽ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, എന്റെ വൈഫ് എന്നെ ചോദ്യം ചെയ്യും, അതുകൊണ്ട് തന്നെ ലാഭം വന്നു എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ ഞാൻ വീട്ടിൽ കാണിച്ചു, അതിനു വേണ്ടിയിട്ട് സർ ഞാൻ 4 ലക്ഷം രൂപ അറേഞ്ച് ചെയ്തത്. ശരി, വിട്ടേക്കിട്ടെങ്കിൽ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പോലീസുകാരൻ പറയുന്നുണ്ട്. സർ, അതിന് എന്റെ സാധനങ്ങളൊന്നും ഈ ഇതിനകത്ത് ഇല്ലല്ലോ. അങ്ങനെ പോലീസുകാരൻ ആ മോഷ്ടാക്കളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവരുടെ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ എവിടെയെന്ന്. സർ, ഇവരുടെ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ നല്ല അടിപൊളി സാധനങ്ങളായതുകൊണ്ട് വേഗം വിറ്റുപോയി. ഇത് കേട്ട് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഫ്രോഡുകളെ എന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിട്ട് എന്നെ നൈസായി പറ്റിച്ചിട്ട് ഇതിൽ ഞാൻ നല്ല ആളായിട്ട് വരുന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറഞ്ഞല്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ ഷർട്ടിന്റെ കോളറിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഞങ്ങളിപ്പോ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആർക്കാണ് വിറ്റതെന്നുള്ള കാര്യം അറിയില്ല, ഞങ്ങൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പറഞ്ഞു വിടുവാണ്. ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം അപ്പോ നിന്റെ വീട്ടിൽ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളാണല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇവൻ എന്തോ ഫ്രോഡ് പണി ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു, ഇപ്പോഴാണ് അവൻ കറക്റ്റ് കുളത്തിൽ വീണത്. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ടേക്ക് ഓരോ കടയിലുള്ള ആളുകളായിട്ട് വരുന്നുണ്ട്. സച്ചിയും മഹേഷും ആ കൂട്ടത്തിലില്ല എന്നുള്ള കാര്യം അവർ പറയുന്ന സമയത്ത് അവരെ വെറുതെ വിടുന്നുണ്ട്. വീട്ടില് നമ്മുടെ സച്ചി നമ്മുടെ ശ്രുതിയുടെ പുതിയൊരു കുറിപ്പടം ഓടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സച്ചി വന്ന ഉടനെ തന്നെ അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവി ഫ്രണ്ടത്തെ കഥകൊക്കെ അടയ്ക്കുന്നുണ്ട്. നീ എന്താണ് വന്ന ഉടനെ തന്നെ കഥ കടയ്ക്കുന്നത്? അച്ഛ, ഇവിടെ ഒരു ആളുടെ കുറിപ്പടം ഓടിക്കാനുണ്ട്. സച്ചിയുടെ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ട്. അല്ല സച്ചിയേട്ടാ, മഹേഷേട്ടന് നിങ്ങൾ ഫ്രിഡ്ജൊക്കെ മേടിച്ചോ എന്ന് ചോദിക്കുമ്പോ ഫ്രിഡ്ജ് മാത്രമല്ല AC, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ടായിരുന്നു, ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചോ? ഇല്ല, ഇത്രയും സാധനങ്ങൾ വിറ്റു എന്നുള്ള കാര്യം ഒരുത്തൻ ഇവിടെ കഥ വിട്ടില്ലായിരുന്നോ? അവൻ എങ്ങനെ വിറ്റു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാൻ അറിയില്ലേ സച്ചി? എല്ലാം അച്ഛൻ മനസ്സിലാക്കി തരാം, ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി, അമ്മയും ആ ബിസിനസ്മാനെയും ഒന്ന് വിളിച്ചു തരണം. രേവതി, നീ പോയിട്ട് ശ്രീകാന്തിനെയും വർഷയും വിളിച്ചിട്ട് വാ. എല്ലാവരും വന്നതിന് ശേഷം എന്താ കാര്യം എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ ഒരു ചെറിയ വിചാരണ, നീ എന്താ വലിയ പോലീസ് ഓഫീസറാണോ? അയ്യോ, ഞാൻ പോലീസ് ഓഫീസർ ഒന്നല്ല, നിനക്ക് ഒരുപാട് പോലീസ് ഓഫീസേഴ്സിനെ നന്നായിട്ട് അറിയാമല്ലോ. സച്ചി, നീ വളച്ചു ചുറ്റാതെ കാര്യം പറ. ഇവൻ അച്ഛ എങ്ങനെയാണ് 4 ലക്ഷം രൂപ വന്നത്? അത് കേട്ട ഉടനെ ശ്രുതിക്ക് ചെറിയൊരു ഞെട്ടൽ വരുവാണേ. ഏത് 4 ലക്ഷത്തെ കുറിച്ചാണ് സച്ചി ചോദിക്കുന്നത്? അച്ഛ, അന്ന് നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ വലിയ ആളെ പോലെ വന്ന് പറഞ്ഞില്ലേ, എന്തിനെ പൗഡർ എടുത്തി 10,000 രൂപ അമ്മയ്ക്ക് ഷെയർ വരെ കൊടുത്തില്ലേ, ആ 4 ലക്ഷം. ഇതിലെന്താ സംശയം? അത് ശ്രുതി പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് അതിൽ വന്ന ലാഭം ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് വന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഓ സാധനങ്ങൾ വിറ്റതല്ലേ, ആ മനസ്സിലായി, AC, TV, ഫ്രിഡ്ജ് ഇതെല്ലാം വിറ്റ കാശല്ലേ? എന്താ രേവതി, ഇവന് വല്ല മറവി രോഗം മറ്റോ ഉണ്ടോ? ഇവനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയെന്ന് ചന്ദ്രവതി പറയുമ്പോൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകാം, ഉറപ്പായിട്ടും പോകാം, പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കുറിപ്പടം റിലീസ് ചെയ്യാനുണ്ട്, അത് കണ്ടതിന് ശേഷം പോവാം. എന്താ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് മൂവിക്ക് പോകാൻ വേണ്ടി പോകണമെന്ന് ചോദിക്കുകയാണെ? പോവാനല്ല, ഇവിടെയാണ് നമ്മൾ മൂവി ഓടിക്കാൻ വേണ്ടി പോകുന്നത്. സച്ചേട്ടൻ എന്തൊക്കെയായി പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, ശ്രീകാന്തെ, നമ്മൾ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമ്മൾ കണ്ട കാഴ്ചയെ മറ്റുള്ളവരെയും കാണിക്കണം, എങ്കിൽ മാത്രമല്ലേ അവരും വിശ്വസിക്കുള്ളൂ. സച്ചേട്ടൻ എന്തിനെ കുറിച്ചിട്ടായി പറയുന്നത്? നമ്മളെ ബിസിനസ്മാനെ കുറിച്ചിട്ടാണ്. ശ്രുതിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു കുരുക്ക് വീഴാൻ വേണ്ടി പോകുന്നു എന്ന്, പക്ഷെ എന്താണെന്നുള്ള കാര്യം അറിയില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിറ്റിട്ട് 1 ലക്ഷം രൂപ ലാഭം വന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു.
അത് എങ്ങനെയാന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. 4 ലക്ഷം രൂപ ലാഭം വന്നതല്ലേ പറഞ്ഞുള്ളൂ, 4 ലക്ഷം രൂപ നഷ്ടം വന്നത് നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. 4 ലക്ഷം രൂപ നഷ്ടം വന്നുവെന്നോ? അത് എന്തൊക്കെയാ നീ പറയുന്നത്? അതച്ച കാര്യങ്ങളെല്ലാം സാറിന്റെ വായാല് പറയുന്നത് അച്ഛന് കേൾക്കാം, അച്ഛനവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ പടം ഓടിച്ചങ്ങ് കൊടുക്കുവാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സാധനങ്ങളുടെ ലിസ്റ്റും അതുപോലെ തന്നെ 4 ലക്ഷം രൂപ അറേഞ്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പോലീസുകാരെടുത്ത് പറയുന്നുണ്ടല്ലോ. 3 ലക്ഷം രൂപ മാത്രമാണല്ലോ ഡീലർക്ക് കൊടുക്കേണ്ടത്, പിന്നെ നീ എന്തിനാ 4 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് എന്നുള്ള കാര്യം പോലീസുകാരൻ ചോദിക്കുമ്പോ വീട്ടില് ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. 1 ലക്ഷം രൂപ ലാഭമായിട്ട് വന്നത് ഭാര്യയെ കാണിച്ചു എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് അതിനകത്ത് പറയാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ട് സുധിയെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. സുധിയും അതുപോലെ തന്നെ ചന്ദ്രയും ആകെ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണേ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. നാളത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം.